തൃശൂർ മുള്ളൂർക്കരയിൽ സ്ഫോടക വസ്തു കടിച്ച് കാട്ടുപന്നി ചത്തു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആൻമരിയ, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഈ കാട്ടാന ചരിഞ്ഞൊരു സംഭവം ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. കാട്ടാനയുടെ കൊമ്പ് മുറിക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു വിവാദ സംഭവത്തെ സംബന്ധിച്ചുള്ള വാർത്ത ഉണ്ടായിരുന്നു. ആ മേഖലയിലാണ് ഇപ്പോൾ ഈ കാട്ടുപന്നി ഈ സ്ഫോടക വസ്തു കടിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഈ ചത്തിരിക്കുന്നത്. മുള്ളൂർക്കര വാഴക്കോട് പ്രദേശത്താണ് ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തു കടിച്ച് കാട്ടുപന്നി ചത്തത് എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതായത് വൈകിട്ട് 8 മണിയോടുകൂടി വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് ഈ ജനവാസ മേഖലയിലുണ്ടായ ആളുകൾ, പ്രത്യേകിച്ച് നാട്ടുകാർ അവിടെ എത്തി പരിശോധന നടത്തുമ്പോഴാണ് ഈ കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് വടക്കാഞ്ചേരി പോലീസിനെയും അതുപോലെ തന്നെ കായംകുളം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിക്കുകയായിരുന്നു. അവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. 1 കൊല്ലം മുമ്പ് ഈ മേഖലയിൽ ഒരു കാട്ടാന ചരിയുകയും പിന്നീട് ഈ കാട്ടാനയുടെ കൊമ്പ്, അതായത് ഈ വൈദ്യുതാഘാതമേറ്റായിരുന്നു ഈ കാട്ടാന ചരിഞ്ഞത്. പിന്നീട് ഈ കാട്ടാനയുടെ കൊമ്പ് മുറിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. ഈ സംഭവം ഏറെ വിവാദമായിരുന്നു. ആ മേഖലയോട് ചേർന്നാണ് ഇപ്പോൾ ഈ സ്ഫോടക വസ്തു കടിച്ചതിനെ തുടർന്ന് ഈ കാട്ടുപന്നിയും ചത്തിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം ഇപ്പോൾ ഈ ഫോറസ്റ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട്. ആൻമരിയ, ശരി. തൃശൂർ മുള്ളൂർക്കരയിൽ സ്ഫോടക വസ്തു കടിച്ച് കാട്ടുപന്നി ചത്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും സൂരജ് സജി.